2024-25 വർഷങ്ങളിൽ കാനഡയിലെ ഇമിഗ്രേഷൻ പ്രോസസ്സുകളിൽ നിരവധി ചേഞ്ചുകൾ അഥവാ പോളിസി മാറ്റങ്ങൾ നേരിട്ട ഒരു വർഷമാണ്. എന്നാൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ നിരവധി എക്സ്പ്രസ് എൻട്രി ഡ്രോകളിലൂടെ അനേകം ആളുകൾക്ക് PR ലഭിക്കുന്നതിനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം നടന്ന എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ 521 CRS സ്കോറിൽ 4000 പേർക്കാണ് ഇപ്പോൾ ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഈ കഴിഞ്ഞ മാസത്തിൽ ജനുവരിയിലും പല ഡ്രോസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ടെമ്പററി റെസിഡൻസ് പദവിയിൽ നിന്നും പെർമനൻറ്റ് റെസിഡൻസിലേക്ക് കടന്നിരിക്കുകയാണ്. കാനഡയിലെ ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ 2.5 മില്യണിനൊക്കെ മുകളിലാണ് വരുന്നത്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി പല നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോറിൻ വർക്കേഴ്സിൻ്റെ ഇൻടേക്ക് ഇപ്പോൾ നന്നായിട്ട് കുറച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് കുറച്ചിരിക്കുകയാണ്. പിന്നെ വർക്ക് പെർമിറ്റുകൾ അധികം ഇഷ്യൂ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. എന്നാൽ കാനഡയിലുള്ളവർക്ക് അവരുടെ പോയിൻറ്റ്സൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ PRലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി മാർഗങ്ങളുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള, എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിനെപ്പറ്റിയുള്ള കുറേ വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പുതിയ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴേക്കും വിവിധ പ്രൊവിൻസുകളിലാണ് ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോവസ്കോഷ്യ, ഒണ്ടേരിയോ, മാനിറ്റോബ, സസ്കച്ചുവാൻ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ എന്നീ സംസ്ഥാനങ്ങളിലാണ്, അതായത് പ്രൊവിൻസുകളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെയുള്ള വിവിധ സ്ഥലങ്ങൾ ബേസ്ഡ് ആയിരിക്കും. അതായത് സഡ്ബറി, ടിമ്മിൻസ്, സൂസൻ മേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒണ്ടേരിയോയിലെ പ്രധാന സ്ഥലങ്ങൾ. പിന്നെ ബ്രാൻഡൻ എന്ന് പറയുന്ന സ്ഥലം മാനിറ്റോബയിലുണ്ട്. ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ അവരുടെ പഠനത്തിന് ശേഷം വർക്ക് പെർമിറ്റിലായിരിക്കുന്നവരും ഇവർക്കൊക്കെ ഈ ഓപ്ഷൻസൊക്കെ നോക്കാവുന്നതാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. എൻ്റെ കൂട്ടുകാരൻ പോയി അല്ലെങ്കിൽ കൂട്ടുകാരി പോയി എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്ഥലത്തേട്ട് പോയാൽ നമുക്കവിടെ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷൻ ഉപയോഗിച്ച് അവിടെ ഒരു ജോലി നേടിയ ശേഷം പോയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രയോജനമുള്ളൂ. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ IRCC കൺസൾട്ടൻറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നടത്താവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനുകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ആയിട്ട് ഇവിടെ ഈ വീഡിയോയുടെ താഴെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടികൾ വെള്ളിയാഴ്ചകളിൽ തരുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക മാനദണ്ഡങ്ങളും ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഡെസിഗ്നേറ്റഡ് എംപ്ലോയറിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 1560 അവാർഡ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ പാസ്റ്റ് 3 years കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് സ്കോർസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സെൽപിപ്പ് അല്ലെങ്കിൽ IELTS ഇത്തരം ടെസ്റ്റുകളാണ് വേണ്ടത്. സെൽപിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു ലൈവ് സെഷൻ ഇനിയും വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് ഉടനെ അറിയിക്കുന്നതാണ്. സെൽപിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്തു വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം സെൽപിപ്പിൻ്റെ വെബിനാർ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ $25 ഒരു മൊഡ്യൂള് സെൽപിപ്പ് എക്സാം ബോർഡ് തന്നെ ഡയറക്റ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ലൈവ് സെഷന് വേണ്ടി പ്രത്യേകിച്ചും സെൽപിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മണി സപ്പോർട്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി റെക്കമെൻഡേഷനാണ് അതിൻ്റെ അകത്തെ മറ്റൊരു പ്രധാന ഘടകം. ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ PR കിട്ടിയവരൊക്കെ ഓഫീസിൽ വരാറുണ്ടായിരുന്നു. അവർ ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള പല ഓപ്ഷനുകളെ പറ്റിയുള്ള കരിയർ ഗൈഡൻസ് ഇവിടെ നേടുന്നുണ്ടായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ ഹെൽത്ത് കെയറിലോട്ടോ അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിലോട്ടോ ട്രേഡിലോട്ടോ ഒക്കെ ഒരു പുതിയ കരിയർ അല്ലെങ്കിൽ കരിയർ സ്വിച്ചിങ് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വരാവുന്നതാണ്. അല്ലെങ്കിൽ ഫോൺ വിളിക്കാവുന്നതാണ്. നമ്മുടെ വിലാസം സ്കാർബോയിലാണ്. ഇവിടെ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൗൺസിലിംഗ് വെബിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. കാനഡയിലുള്ളവർക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ എന്നാണ് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ ഫോം ഫില്ല് ചെയ്താൽ മതി. PR കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷനുകൾ സ്വീകരിക്കാവുന്നതാണ്. അമേരിക്ക കാനഡ താരിഫ് പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൽ നമുക്ക് കാനഡയുടെ മേൽ 25% താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനവും അതേ തുടർന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മറു താരിഫ് അമേരിക്കൻ സാധനങ്ങളുടെ മേൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അമേരിക്കൻ കനേഡിയൻ ജനതയെ വളരെയധികം വിഷമത്തിലാക്കുന്നുണ്ടായിരുന്നു. കാരണം 2 സ്ഥലങ്ങളിലും ഇതുപോലെ വില കൂടുമായിരുന്നു. ആ ഒരു കാര്യത്തിന് ഇടയ്ക്ക് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയെ തുടർന്ന്, ടെലിഫോൺ കോൺവെർസേഷനെ തുടർന്ന് 30 ദിവസത്തേന് ഒരു കാലതാമസം അമേരിക്ക ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ബോർഡർ സെക്യൂർ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫെൻറ്റനൈൽ ഡ്രഗിൻ്റെ ഒഴുക്ക് അമേരിക്കയിലേക്ക് കുറയ്ക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടികളൊക്കെ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് നേരത്തെ മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം $2 ബില്യൺ അതിനുവേണ്ടി നീക്കി വച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം RCMP ഒക്കെ പുറത്തുവിട്ട വീഡിയോസൊക്കെ, അതായത് കാട്ടിക്കൂടെയൊക്കെ ആൾക്കാർ കയറി വരുന്നത്, അതിനെ തടയാൻ വേണ്ടിയുള്ള ഡ്രോൺ വഴിയുള്ള വീഡിയോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാനഡ എന്നാൽ ഇപ്പോൾ മറ്റൊരു സ്റ്റാൻഡ് പോയിൻറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇവിടെ കൂട്ടുക, അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഉപഭോഗം ഇവിടെ കൂട്ടുക എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കാനഡയുടെ റിസോഴ്സുകളെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡോക്യുമെൻ്ററി ആയിട്ട് നമ്മുടെ ന്യൂസിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാനഡയിലെ നിരവധി റിസോഴ്സുകളെ പറ്റി തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളെല്ലാം, അതായത് പ്രധാനമായിട്ടും ഇവിടെയുള്ള ഓയില്, അല്ലെങ്കിൽ ലംബർ, സ്റ്റീല്, ജർമേനിയം, അലൂമിനിയം, ഇതെല്ലാം ഒരു കസ്റ്റമറിൻ്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഡൊമിനിക് ലെബ്ലാങ്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് US മാത്രമാണ്. പ്രധാനമായിട്ടും 90% പ്രൊഡക്ട്സും അവിടെയാണ് കൊടുക്കുന്നത്. അതാണ് ഒരു പ്രധാന പ്രശ്നമെന്ന്. നമ്മളൊരു കട തുടങ്ങി അവിടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് 1-2 ഹോട്ടലുകളിൽ നിന്നുള്ളവർ മാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ വരവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട പൂട്ടും. അതാണ് അവസ്ഥ. അതിനുവേണ്ടി ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും കാനഡ ഇപ്പോൾ മുന്നോട്ട് എടുത്തു വരികയാണ്. പ്രധാനമായിട്ടും ഓയിലിൻ്റെ എക്സ്പോർട്ട് തന്നെയാണ്. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അത് 1-2 ദിവസങ്ങൾ കൊണ്ട് തുടങ്ങിയ കാര്യമല്ല. അതിനെപ്പറ്റി വിശദമായ കാര്യങ്ങൾ നമ്മുടെ ഈ ന്യൂസിൻ്റെ അവസാനം തന്നെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുകയോ ചെയ്യാവുന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥിരം പല്ലവിയായ 51ാമത് സ്റ്റേറ്റായി കാനഡ മാറുക എന്നുള്ള പരാമർശം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി രാജ്യങ്ങളിലേക്ക് US ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കയറ്റി അയക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റും ഇവിടെ നിന്ന് തിരിക്കുകയും അമൃത്സറിൽ അവർ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഇന്ത്യൻസ് ഡിപ്പോർട്ടേഷൻ ഭീഷണിയിൽ തന്നെയാണ്. 7.5 ലക്ഷത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ വിസിറ്റേഴ്സായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഭയത്തിൽ തന്നെയാണ്. അവരുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ചും റെഫ്യൂജീസായിട്ട് അവിടെ എത്തി അവരുടെ ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ടുള്ളവർ പോലും ഭീഷണിയിൽ തന്നെയാണ്. അങ്ങനെയുള്ള പല വാർത്തകളും പല സുഹൃത്തുക്കളിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഇവിടെ ലഭിക്കാറുണ്ട്. US-ലുള്ളവർക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ ആളുകളുടെ റിപ്പോർട്ട്സും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ വാർത്തകളും നിങ്ങൾക്ക് ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത് അയക്കാവുന്നതാണ്. വിലാസം bijo@canadianskills.c അയച്ചു തന്നാൽ മതി. കാനഡ അമേരിക്ക ബോർഡറുകളിലേക്കൊന്ന് നമുക്ക് നോക്കാം. ഈ 2 രാജ്യങ്ങളുടെയും ബോർഡറുകൾ അൺഡിഫെൻഡഡ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ആളുകൾ അമേരിക്കയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് വരുന്നു. വിവിധ കാര്യങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ചും ട്രേഡ് റിലേഷൻസ് നോക്കിക്കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ട്രംപ് പറയുകയുണ്ടായി, കാനഡയിൽ നിന്നും കാറുകൾ കയറ്റുമതി ചെയ്യുന്നു, അത് ഞങ്ങൾക്ക് വാങ്ങാൻ അധികം താല്പര്യമില്ല എന്ന്. എന്നാൽ ഒരു കാറ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പാർട്സുകൾ കാനഡയിൽ ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രോസസ്സുകൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അത് വീണ്ടും അമേരിക്കയിലേക്ക് അയക്കുന്നു, അവിടെ ചെയ്ത ശേഷം അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. പിന്നെ നമുക്കറിയാം മെക്സിക്കോയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്നുള്ളതാണ് നോർത്ത് അമേരിക്കൻ ഈ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തന്നെ. അത് ട്രംപ് തന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് സൈൻ ചെയ്തിട്ടുള്ള കാര്യമാണ്.
അദ്ദേഹം ഇങ്ങനെ ചേഞ്ചുകൾ നടത്തി കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ചും കാർ ഇൻഡസ്ട്രിയെ, ഓട്ടോ ഇൻഡസ്ട്രിയെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പല ചർച്ചകളും, അതായത് ബോർഡറുകളിൽ നിന്നുള്ള റേഡിയോ ചർച്ചകൾ എനിക്ക് കേൾക്കാൻ സാധിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വിൻസർ എന്ന് പറയുന്നത് ഒരു കാനഡ അമേരിക്കൻ ബോർഡറാണ്. അവിടെ പ്രത്യേകിച്ചും ഡെട്രോയിറ്റാണ് അമേരിക്കയുടെ ഓട്ടോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ. ആ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരൊക്കെ ഇപ്പോൾ വലിയ ഭീഷണിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും പ്ലാന്റുകളൊക്കെ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലിയിലൊക്കെ അത് നന്നായിട്ട് തന്നെ പ്രതിധ്വനിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം നേഴ്സുമാർ തന്നെ വിൻസറിൽ നിന്നും 1500 പേരോളം അവിടെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. വിവിധ മേഖലകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക കാര്യങ്ങളെ തന്നെ കാര്യമായിട്ട് ബാധിക്കുമെന്നാണ് ലോക്കൽസിൻ്റെ എല്ലാ അഭിപ്രായം. അതുപോലെ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് വിൻസറിൽ ഇഷ്ടംപോലെ ഹൈഡ്രോഫോണിക് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമുകളുണ്ട്. ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ ഫാമുകളുള്ളത്. അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഫ്രഷായിട്ടുള്ളത് അമേരിക്കയിലോട്ടാണ് ഇത് മൊത്തം കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അവിടെ ട്രക്കുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്, വെയർ ഹൗസുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ ജോലിയാണ് ഉള്ളത് അവിടെ. ഈ താരിഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാലേ ഉള്ളൂ ആളുകൾക്കൊക്കെ ഒന്ന് ശ്വാസം നേരെ വീഴുകയുള്ളൂ. പാരലായിട്ട് തന്നെ പല കാര്യങ്ങളും കാനഡയിൽ നിന്ന് ചെയ്തു വരുന്നുണ്ട്, അതായത് മറ്റ് രാജ്യങ്ങളിലോട്ടുള്ള എക്സ്പോർട്ടും കാര്യങ്ങളുമൊക്കെ. എങ്കിലും ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ സ്വരാജ്യത്തിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നൊരു നികുതിയാണത്. അതെന്തിനെ ഏർപ്പെടുത്തുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തും അവിടെ പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ സാധനങ്ങളുടെ കാഞ്ഞും വില കുറച്ചായിരിക്കും ചിലപ്പോൾ ഫോറിനിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ചൈനീസ് പ്രൊഡക്ട്സ് വരുന്നതിന് മുമ്പ് സാധനങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വിലയായിരുന്നു. എന്നാൽ ചൈന സാധനങ്ങൾ അവിടെ കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? സാധനങ്ങളുടെയൊക്കെ വില കുറഞ്ഞു വന്നു. അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനികളുടെ മേൽ ഏർപ്പെടുത്തുന്ന ചുങ്കമാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാറ്റ് GPT അല്ലെങ്കിൽ ഡീപ് സീക്ക്, പിന്നെ ഗൂഗിളിൽ തന്നെ പല ഓപ്ഷൻസും ഉണ്ട്. ജെമിനായി എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ലഭ്യമാകുന്നതാണ്. കാനഡ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണ്. അത് ഒരാൾ വന്ന് അത് മാറ്റിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകളെ നമ്മളിവിടെ കാണുന്നില്ല, ശത്രുക്കളായിട്ടാണ് കാണുന്നത്. എന്നാൽ കാനഡ അമേരിക്ക ബന്ധത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അത് കാരണം തന്നെ ഒരു ബന്ധമുണ്ട്. പലർക്കും 2 സിറ്റിസൺഷിപ്പും ഉള്ളവരാണ്. ആയതിനാൽ ട്രംപിൻ്റെ ഇത്തരം തീരുമാനങ്ങളൊന്നും അമേരിക്കൻ കനേഡിയൻ ബന്ധത്തെ, അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഇൻ്റർവ്യൂകൾ അമേരിക്കയിൽ നിന്നും അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നും ഞാൻ ഒരുപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ആ ബന്ധം ഊഷ്മളമായിട്ട് തന്നെ തുടരും, അത് മുന്നോട്ട് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നിരവധി ആളുകൾ അമേരിക്കയിലും കാനഡയിലും ജോലി ചെയ്യുന്നുണ്ട്. നമുക്കും ഒരേ മനസ്സോടെ തന്നെ മുന്നോട്ട് പോകാം. കാരണം ട്രംപ് അധികാരത്തിലേറിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വലംകൈ ആയിട്ടുള്ള ഇലോൺ മസ്കിനെയും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഡോജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അദ്ദേഹം നിരവധി ഓഡിറ്റുകളാണ് വിവിധ ഏജൻസികളിൽ നടത്തി വരുന്നത്. അങ്ങനെ പല കോസ്റ്റ് കട്ടിങ്ങുകളിലൂടെ നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയാണിത്. US ഫെഡറൽ എയ്ഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നിരവധി വിമർശനാത്മകമായിട്ടുള്ള പല പ്രസ്താവനകളും അദ്ദേഹം നടത്തി. ഒരാഴ്ചയിൽ 120 hours വരെയൊക്കെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ 80 hours വരെയൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പല ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെയുള്ള മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നിരവധി സമയം ജോലി ചെയ്ത് റെസ്റ്റ് ചെയ്യാതെ ആളുകൾ ജോലി ചെയ്ത് ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ടെക് ന്യൂസിൽ മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്കറിയാം AI ഭീമന്മാരായിട്ടുള്ള ഡീപ് സീക്കും ചാറ്റ് GPTയും തമ്മിലുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 2 ദിവസത്തേക്ക് ചാറ്റ് GPT വർക്ക് ചെയ്യുന്നില്ലായിരുന്നു.
മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഓണാണ്. നമുക്കറിയാം ഇപ്പോൾ ജെമിനായി എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ സജഷൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ടെക്നോളജിയിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ഇനി നമുക്ക് യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങളും ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രംപ് അധികാരത്തിലേറിയ ദിവസം തന്നെ അദ്ദേഹം പല പ്രഖ്യാപനങ്ങളും നടത്തുകയുണ്ടായി. ട്രംപ് അധികാരത്തിലേറിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് പോഡ്കാസ്റ്റേഴ്സ് ത്രൂവും പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ത്രൂ ഒക്കെയാണ് നടത്തിയിരുന്നത്. ടിക്ടോക്കിൻ്റെ ബാനും അദ്ദേഹം മുന്നോട്ട് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ടിക്ടോക്ക് അമേരിക്കയിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബൈഡൻ്റെ സമയത്തായിരുന്നു അത് പൂർണ്ണമായിട്ടും നിരോധിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതേ തുടർന്ന് നിരവധി ആളുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക്, പ്രത്യേകിച്ചും റെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു ചൈനീസ് ആപ്ലിക്കേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. ചൈനീസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ തന്നെയാണ്. ചൈനീസ് നിരവധി ആളുകൾ പഠിച്ചിട്ടുണ്ട്. അവരും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കാനഡയിലെ തൊഴിൽ മേഖലകളും വിപണിയും ഒന്ന് ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. 6.7% അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ നിന്ന് 6.6 ഇപ്പോൾ കാനഡയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്തിയിരിക്കുകയാണ്. പുതിയ തൊഴിലുകൾ ടൊറന്റോയിലും കാൽഗറിയിലും വാൻകൂവറിലുമൊക്കെ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് കാനഡയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്യൂമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂസിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ജോലികൾക്ക് വേണ്ടി അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ റെഫറൻസ് വഴികളിലും നമുക്ക് ജോലികൾ നേടാവുന്നതാണ്. നിങ്ങൾക്ക് കൂട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുക അവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ എന്ന്. നമുക്ക് ഇനിയൊരു വെബിനാർ നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ വെബിനാറുകളാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫോം അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. ഒണ്ടാരിയോയിലെ വെതർ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കാം. നല്ല തണുപ്പാണ് ഈ ദിവസങ്ങളെല്ലാം തന്നെ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വിൻ്ററിനെ അപേക്ഷിച്ച് ഈ വർഷം നല്ല തണുപ്പാണ്. -6 മുതൽ -13 വരെയൊക്കെയാണ് ഈ ദിവസങ്ങളിലെ വെതർ. എല്ലാവരും നന്നായിട്ട് തന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്താണ് പുറത്തിറങ്ങുന്നത്. ചൂട് ദിവസങ്ങളൊന്നും തന്നെ വരുന്നില്ല, പ്ലസിലോട്ട് വരുന്നേയില്ല. ഇനിയും മുന്നോട്ടും കുറേ ദിവസങ്ങളിലേക്ക് നല്ല തണുപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് എൻവയോൺമെൻറ്റ് കാനഡ മുന്നറിയിപ്പുകൾ പറയുന്നത്. കാനഡയുടെ മേൽ 25% താരിഫ് ഏൽപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് ശേഷം കനേഡിയൻസിൻ്റെ ഇടയിൽ ഒരു വലിയ ഐക്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും എല്ലാ പ്രോവിൻസുകളിൽ നിന്നും കോസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോവിൻസുകളുടെയും പ്രീമിയേഴ്സ്, മുഖ്യമന്ത്രിമാർ ഒട്ടാവയിൽ ഒരുമിച്ച് ചേരുകയും അവർ വിവിധ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി അദ്ദേഹം ഇവിടെ ടൊറൻറ്റോയിലെത്തി നിരവധി ബിസിനസ് ലീഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. കാനഡയിലെ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം, പിന്നെ ഈ എക്സ്പോർട്ട് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാമെന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കാനഡയിലെ റിസോഴ്സുകളെ പറ്റി പറയുമ്പോഴേക്കും ഓയിലുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെ അഗ്രികൾച്ചറിന് കൃഷിക്ക് ഏറ്റവും അധികം വേണ്ട പൊട്ടാഷ് കാനഡയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ പൊട്ടാഷ് എക്സ്പോർട്ട്സിൽ അതായത് 47% വിഹിതമാണ് കാനഡയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ ഓയിൽ പ്രൊഡക്ഷനിൽ നോക്കിക്കഴിയുമ്പോഴേക്കും ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ വരുമ്പോഴേക്കും കാനഡയ്ക്ക് 3ാമത്തെ സ്ഥാനമാണുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും കാനഡയിൽ നിന്നും നേരെ അമേരിക്കയിലോട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ 2024 അവസാനമായപ്പോഴേക്കും തന്നെ കാനഡയിൽ നിന്നുള്ള ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈൻ പണി പൂർത്തിയാവുകയും ഇപ്പോൾ എക്സ്പോർട്ട് ആരംഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ജപ്പാൻ, ചൈന, നമ്മുടെ നാട്ടിലോട്ട് വരെ ഇനിയിപ്പോൾ കാനഡയിൽ നിന്നുള്ള ഓയിലെത്തും. അങ്ങനെ ഉള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ആളുകളുണ്ടാവും തീർച്ചയായിട്ടും. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പല വീഡിയോകളുടെയും കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പല പ്രൊഡക്റ്റുകളും അവർക്ക് വാങ്ങണമെന്നുണ്ട്, കാനഡയിൽ നിന്ന് അവർക്ക് വാങ്ങണമെന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ട് കണ്ണു നട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ആ വലിയ റിസോഴ്സുകൾ തന്നെയാണ്. നമുക്കറിയാം കാനഡയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 20 ബില്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റുകൾ വന്നിട്ടുള്ളൂ. എന്നാൽ
ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അത് ഏകദേശം $100 ബില്യൺ മേളിൽ വരും. ചൈനയുമായിട്ട് നോക്കിക്കുമ്പോഴേക്കും $450 ബില്യൺ മേളിലാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നേ ഉള്ളൂ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. എവിടെയൊക്കെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടോ ആ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് തന്നെ വഴക്കുണ്ടാക്കി ഒരു നല്ല ബിസിനസ് നെഗോസിയേഷനിലൂടെ അദ്ദേഹം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. പേടിപ്പിച്ച് കാര്യം നേടുക, ഒരാളെ പരമാവധി പേടിപ്പിക്കുക. ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ആളുകൾ വിചാരിക്കും ഇദ്ദേഹം ഇത് ചെയ്തു പോവുമോ, അല്ലെങ്കിൽ 51st സ്റ്റേറ്റ് ആയിട്ട് കാനഡയെ മാറ്റുമോ, യുദ്ധമുണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിപ്പിച്ചാണ് കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കുന്നത്. നമുക്കറിയാം നോർത്ത് അമേരിക്കൻ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ട്രംപ് കൂടിയാലോചിച്ച് ചെയ്ത കാര്യമാണ്. മെക്സിക്കോയും കാനഡയും അതോടൊപ്പം തന്നെ US ചേർന്ന് നടത്തിയ കാര്യങ്ങളാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ അന്ന് സൈൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ചർച്ചകളും പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്നുള്ള അറിയിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് കാരണം കാനഡ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എക്സ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. മറ്റൊരു കാര്യം, ഞാനൊരു ഇടുക്കിക്കാരനാണ്. ഇടുക്കി ഡാം പണിതത് ആരാണ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കനേഡിയൻ ഗവൺമെൻറ്റിൽ നിന്നുള്ള ലോങ് ടേം ലോണുകളാണ് അങ്ങോട്ട് പമ്പ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കനേഡിയൻ എൻജിനീയേഴ്സ് ആയിട്ടുള്ളൊരു കൊളാബ് പ്രൊജക്റ്റായിരുന്നു ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അതുപോലെ കനേഡിയൻ കമ്പനികളുടെ മഹാത്മ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ആളുകളും എൻജിനീയറിംഗ് ടെക്നോളജിയും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കനേഡിയൻസ് ആയിരിക്കുന്നതിൽ അഭിമാനിക്കാം. പിന്നെ നമുക്കറിയാം കനേഡിയൻ പ്രൊഡക്ട്സ് ആളുകൾ വാങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോസ്കോയിൽ പോയപ്പോഴേക്കും ഓരോ സാധനങ്ങൾ നോക്കുകയായിരുന്നു. ആ സാധനങ്ങളുടെ ലേബലുകൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കാനഡയിൽ തന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പച്ചക്കറി ഒക്കെ ഗ്രീൻ ഹൗസ് വഴി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ മീറ്റ് പ്രൊഡക്ഷൻ, ഡയറി പ്രൊഡക്ഷൻ, ഇതെല്ലാം ഇവിടെ തന്നെ ബ്രെഡ് പ്രൊഡക്ഷൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ പഴങ്ങൾ വരുന്നത് മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ട്, പെറുവിൽ നിന്ന് വരുന്നുണ്ട്, സ്പെയിനിൽ നിന്ന് വരുന്നുണ്ട്, ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ട്. നിരവധി രാജ്യങ്ങളിൽ നിന്ന് പ്രൊഡക്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് മാത്രമല്ല സാധനങ്ങൾ വരുന്നത്. ഈ ട്രേഡ് താരിഫുകൾ വന്നു കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ വില കൂടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും നമുക്കറിയാം കാനഡയിൽ നിന്ന് സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത് കഴിയുമ്പോഴേക്കും വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ പൈസ കൊടുക്കുന്നത്? അത് കസ്റ്റമർ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പൈസ കൊടുക്കുകയില്ല. അപ്പോഴേക്കും ഈ ഊഷ്മളമായ ബന്ധം, അതായത് ട്രേഡുകൾ വളരണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഓട്ടോ പ്രൊഡക്ഷൻ, കാനഡയിൽ നിന്നും നടക്കുന്ന ഓട്ടോ പ്രൊഡക്ഷൻ 2 രാജ്യങ്ങളിലുമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ന്യൂയോർക്കിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും 17% ഇലക്ട്രിസിറ്റി കാനഡയിൽ നിന്നാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഡോക്യുമെൻ്ററിയുടെ 2ാം ഭാഗം. ഈ ഡോക്യുമെൻ്ററി ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് പുതിയ ഡോക്യുമെൻ്ററി അടുത്ത ആഴ്ചയിലെ വീഡിയോയുടെ അവസാനമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കനേഡിയൻ ന്യൂസ്, കരിയർ ഗൈഡൻസ് എല്ലാമാണ് നമ്മുടെ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.